ഹായ്. ഞാനിന്നൊരു പുതിയൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയൊരു കാര്യമല്ല, പഴയ കാര്യം, എന്നാൽ അത് ഇന്ന് വളരെ പുതുമയാർന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് മുൻപേ ജീവിച്ചു പോയ ആൾക്കാരുണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പം അവരൊക്കെ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളിലൂടെ ഇന്നും ഫോളോ അപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് പേര് ഇത് എന്തോ പറയാനായിട്ട് പണ്ടത്തെ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ ഇന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ കുറച്ച് പേര് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം പല ടൈപ്പായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഈ ലോകത്ത് പണ്ടത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന, പൊതുവേ പണ്ടത്തെ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ കേട്ടറിവ് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നും അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. ഒന്നും വേണ്ട, പണ്ട് നമ്മൾ കേട്ടുള്ളൊരു കാര്യമാണ്, കൊച്ചിലെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ടൈമിലൊക്കെ ചോറ് കഴിച്ചില്ലെങ്കിൽ ഇപ്പം ഭൂതം പിടിച്ചുണ്ടോ, അപ്പം ഭൂതമുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോറീസ്, കഥകൾ, കാർട്ടൂൺസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ ഇന്നും ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നും അറിയാവുന്നൊരു കാര്യം എന്താണ്, ഒരു പോസിറ്റീവ് ശക്തി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തി ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇന്നും അറിയാവുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം പണ്ടത്തെ നടന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ടായിരിക്കാം. പക്ഷേ ഒരാൾ പറഞ്ഞെന്ന കാര്യം. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറിവുകളിലൂടെ ഓരോരുത്തർ ഷെയർ ചെയ്ത് പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ കേട്ട ഒരു സ്റ്റോറി, ഒരു ലൈഫിൽ നടന്ന ഒരാളുടെ സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കാണാത്ത കുറച്ച് ശക്തി, നമ്മളിപ്പോൾ മാർവൽസിൻ്റെയൊക്കെ മൂവീസ് കാണുന്നവർക്ക് ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിലൊക്കെ കാണുന്ന കുറേ അമാനുഷികമായിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സൂപ്പർ ഹീറോസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സൂപ്പർ ഹീറോസ് ഉണ്ടോ, അല്ലെങ്കിൽ ദൈവമുണ്ടോ, അങ്ങനെ നെഗറ്റീവ് ശക്തി ഉണ്ടോ, അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പം അങ്ങനെ ഉള്ള എല്ലാവർക്കും എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറച്ച് രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ തേടി പോകുമ്പോഴാണ് ചുരുളറിയാത്ത രഹസ്യങ്ങൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് അതേപോലെ ഒരു സ്റ്റോറി പറയാനായിട്ടാണ് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കതിൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ ഇതിലുള്ള ക്യാരക്ടറിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലാളുടെ പേരാണ് വിജയൻ. ഓക്കെ, വിജയൻ എന്ന് പറഞ്ഞ ആളുടെ ലൈഫിലോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാരക്ടറിൻ്റെ പേര് മറന്നു പോകാതിരിക്കുക. അപ്പം ഞാനധികം വലിച്ചു നീട്ടത്തില്ല, സ്റ്റോറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിജയൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്. അപ്പം ഫസ്റ്റ് നമ്മൾ പോകുന്ന എപ്പോഴാണ്, വിജയൻ്റെ ഒരു ടേണിങ് മൊമെൻ്റ് ഉണ്ടല്ലോ ലൈഫിൻ്റെ, അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. വിജയൻ എന്ന് പറയുന്ന ആൾക്ക് എത്ര സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. വിജയന് 2 സിസ്റ്റേഴ്സ്മാരാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 അനിയന്മാരുണ്ട്. അപ്പം ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട്. അപ്പോൾ ഇതിലെ 3ാമത്തെ ആളാണ് ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന ഈ ഒരാൾ. ബാക്കി ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് ഒരു ബ്രദറാണ് വിജയന് വരുന്നത്. ഓക്കെ, അപ്പം സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ ആദ്യമേ പറഞ്ഞേക്കാം, വിജയൻ്റെ ജീവിത ലൈഫിൽ കുഞ്ഞിനെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, അസുഖങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയായിട്ട് ഒരു എന്തോ പറയുക ടീനേജ് ഏജിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മക്കളെ കാട്ടി കുറച്ച് എന്തു പറയട്ടെ അസുഖങ്ങൾ, കാര്യങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ കാരണം വീട്ടുകാർ നന്നായിട്ട് വിഷമിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ ലൈഫ് ഒരു മാറ്റത്തിലോട്ട് പോവുകയാണ്. ഒരു ദിവസം രാത്രി പുള്ളി ഇതേപോലെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ആശാരിപ്പണി എന്ന് പറയും, തടിപ്പണി. അപ്പോൾ തടിപ്പണിക്ക് പോകുന്ന ഒരു ആൾക്കാരാണ് ഇവരുടെ ഫാമിലി, അച്ഛൻ, അമ്മ, അച്ഛനമ്മല്ല, അച്ഛൻ, ബ്രദേഴ്സ് എന്നിവരൊക്കെ. അപ്പോൾ ആ ഒരു ഫാമിലി, അമ്മയുടെ ഫാമിലി തൊട്ടായാലും അച്ഛൻ്റെ ഫാമിലിയൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ തടിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഇതേപോലെ തടിപ്പണിക്ക് അന്ന് പോകുന്ന ടൈമിൽ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് അവർക്കന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം പൊതുവെ ബസ് റൂട്ടൊക്കെ വളരെ കുറവായിട്ടുള്ള ഏരിയയിൽ നിന്നാണ് പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് നൈറ്റ് ഇപ്പം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നേരത്തെ ബസ് ചിലപ്പം ലാസ്റ്റ് ബസ് നമ്മൾ പറയത്തില്ല എന്നൊക്കെ, ഒരു 8:30 9 മണിക്കാണ്, അത് കഴിഞ്ഞിട്ട് ബസ് അങ്ങോട്ട് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ വിജയൻ പണി കഴിഞ്ഞു, അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് പുള്ളിക്കാരൻ വരുമ്പോൾ ഇച്ചിരി നല്ല ലേറ്റായിപ്പോയി. വിചാരിച്ച പോലെ അന്ന് നമ്മുടെ ജീപ്പ് പോലത്തെ ടക്കർ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടക്കർ കിട്ടിയിട്ടില്ല പുള്ളിക്കാരന് തിരിച്ചു വരാനായിട്ട്. അപ്പം ലാസ്റ്റ് ബസ് അന്ന് മിസ്സാവുകയും ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പുള്ളി അവിടെ നിന്നൊരു ബസ്സൊക്കെ കയറിയാണ് കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് എത്തുന്നത്. അപ്പം വരുമ്പോഴത്തേക്ക് അന്ന് വിചാരിക്കുകയും ചെയ്തു ഒന്നിന് പോകണ്ടായിരുന്നു. പക്ഷേ ആളെന്ത് ചെയ്തു, പകുതിക്ക് വെച്ചാവുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരൻ നമ്മൾ പറയത്തില്ലേ രണ്ടിനെയും നടുക്കെത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ ആയി നിൽക്കുകയായിരുന്നു. അപ്പം എന്തായാലും പോവാം എന്ന് പറഞ്ഞിട്ട് വിജയൻ പോവുകയാണ്. വിജയൻ വരുമ്പോഴത്തേക്കും വിജയൻ്റെ വീടെത്തുന്നതിന് മുൻപായിട്ട് ഒരു നമ്മളെന്താ പറയാനായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മളുടെ പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ വെച്ചാരാധനയൊക്കെ നടത്തുന്ന തെക്കതുപോലെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയൻ അതിൻ്റെ അടുത്തോട്ട് വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് എന്ന് വെച്ചാൽ ദൂരെ ഒരു സ്ഥലത്ത് തെക്കത് ആ ഒരു ക്ഷേത്രം കാണുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുൻപായിട്ട് ഒരു പാലമുണ്ട്. അന്ന് സാധാരണ നമ്മുടെ ഇരുമ്പ് പാലമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാലം കടന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ അടുത്തോട്ട് ചേർന്നാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അവിടെ കൂടെയാണ് പുള്ളിക്കാരൻ വരുന്നത്. അപ്പം അന്ന് വന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റാണ്. ദൂരെ ഒരു സ്ഥലത്തൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എത്രയോ ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വിജയൻ എന്ത് ചെയ്തേ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വിജയനൊരു എന്തോ ഒരു നമ്മൾ പറയത്തില്ല ഒരു കാര്യം നടക്കുന്ന മുമ്പ് ഒരു ഉൾഭയം തോന്നുക, അല്ലെങ്കിൽ ഉൾക്കുത്ത്, നമുക്ക് ഒരു ഉള്ളിനകത്ത് ഇങ്ങനെ എന്തോ ഒരു സംഗതി നടക്കാൻ പോകുന്നു മെയിനായിട്ട് പറയത്തില്ല. ഇപ്പോൾ ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്താൽ നമ്മൾ ഒരു ഉൾക്കുത്ത് തോന്നുന്നുണ്ട്. അതുപോലെ വിജയൻ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് മനസ്സിലായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാലം കടന്നു വരുന്ന ഈ ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാന ആരാധനാമൂർത്തിയായിട്ടുണ്ടായിരുന്ന ഒരു ദേവരുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവൻ്റെ പേര് അവിടുത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ തമ്പുരാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഹിന്ദു പുരാണത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പം നമ്മുടെ ശിവാംശമായിട്ടുള്ള തമ്പുരാൻ എന്ന് പറയുമ്പോൾ മാടൻ തമ്പുരാൻ അങ്ങനെ പല പല ഇതിൽ വരുന്നുണ്ട്. അപ്പം തമ്പുരാനും യക്ഷിയമ്മ എന്ന് പറഞ്ഞ ദേവിയുമാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠയായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭദ്രകാളി ദേവിയായിട്ടുള്ള ദേവി അവിടെ കുടിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ മെയിനായിട്ട് തമ്പുരാനെയാണ് അവിടെ എല്ലാവരും വെച്ച് ആരാധിച്ചുകൊണ്ട് ക്ഷേത്രത്തിലിരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ശക്തിയാർന്ന ഒരു ക്ഷേത്രവും കൂടി ആയിട്ടത് ഇരിക്കുന്നത് കൊണ്ടിട്ട് അസമയമായി കഴിഞ്ഞാൽ അവിടത്തുകൂടി നടന്നു വരുന്ന വരക്കം അന്ന് കുറവായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ എന്ത് ചെയ്തു, വിജയൻ വിചാരിച്ചു പോണോ പോണ്ടയോ എന്നുള്ളൊരു ഒരു ചിന്താഗതിയോടുകൂടി പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ് അത് ക്രോസ് ചെയ്ത് വരാൻ തന്നെ വിചാരിച്ചു. പക്ഷെ ക്രോസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കാണ് വിജയൻ ഒരു കാര്യം തൻ്റെ കണ്ണുകളിലുണ്ട് അന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഇത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞ സ്റ്റോറി മാത്രമാണ്. അപ്പം ഇതിൽ ബാക്കിയുള്ള നമ്മൾ പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതായത് കഥയായിട്ട് കേൾക്കുന്നവർക്ക് കേട്ടിരിക്കും. നമ്മൾ പല കഥകളും ഇന്ന് കേട്ടറിഞ്ഞ കഥകളാണ്. പക്ഷേ നമുക്കിപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളെ പറ്റിയും വലിയ വലിയ കാര്യങ്ങളെ പറ്റിയും അറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് ഓരോരുത്തർക്ക് വന്ന അനുഭവങ്ങളുണ്ട്. അവർക്ക് പറയാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല, ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും. പക്ഷേ അത് എല്ലാവരിലും എത്താനായിട്ട് ചുരുക്കം പേരിൽ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കേട്ടറിഞ്ഞ ഓരോരോ ആൾക്കാരെ പറ്റിയിട്ടുള്ള കഥകൾ മാത്രമാണ് ഇതിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്, എല്ലാവരിലും അത് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ വിജയൻ എന്ത് ചെയ്തു, നോക്കിയപ്പോഴത്തേക്കും ആ പാലത്തിൻ്റെ അക്കരയായിട്ട് ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെയും അടുത്തായിട്ട് അവിടെ എന്ത് ചെയ്തു, നല്ല ഒരു പൊക്കമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നത് വിജയൻ്റെ കണ്ണുകളിലൂടെ ദൂരെ നിന്ന് കാണാൻ പറ്റി. എന്നാൽ അതൊരു സാധാരണ ആളായിരിക്കും എന്നുള്ളൊരു തോന്നൽ വിജയൻ എന്ത് ചെയ്തു, ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തോടുകൂടി നടന്ന് മുമ്പോട്ടങ്ങ് പോവുകയാണ്. പക്ഷേ പുള്ളി നടക്കും തോറും അവിടെ നിൽക്കുന്ന ആൾ എന്ത് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ നിന്ന് ആൾ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, വിജയൻ അതനുസരിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ വിജയൻ നടന്നനുസരിച്ച് വരുംതോറും ആളുടെ ഹൈറ്റ് ഇച്ചിരി കൂടി വരുന്നുണ്ട്. അപ്പോൾ ആളുടെ ഹൈറ്റ് നന്നായിട്ട് കൂടുന്നതനുസരിക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നിഴലും ആളുടെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നതും കൂടി കാണുമ്പോൾ വിജയൻ ഇച്ചിരി ധൈര്യമുള്ള ഒരാളും കൂടി ആയതുകൊണ്ടും പക്ഷെ എന്നാൽ ദൈവഭക്തനുമായ ഒരാളാണ് പുള്ളിക്കാരൻ ഇവിടെ ആ ക്ഷേത്രത്തിൽ തൊഴാറൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഫാമിലിയൊക്കെ വന്ന് തൊഴാറുണ്ട്. ഒരു കുടുംബക്ഷേത്രം എന്നുള്ളത് രീതിയിൽ തന്നെ പറയാൻ പറ്റും. അങ്ങനെ വിജയൻ ഏകദേശം ഒരു പാലത്തിൻ്റെ അടുത്തോട്ട് എത്താറായപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വേറെ ഒരു ശബ്ദം കൂടി വിജയൻ കേൾക്കുകയാണ് ആ സമയത്ത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, ഈ തമ്പുരാൻ എന്ന് പറഞ്ഞ പുള്ളി വരുമ്പോഴത്തേക്കും ചിലർ പറയാറുണ്ട് ചങ്ങലയുടെ ശബ്ദം കേൾക്കാറുണ്ട് എന്നൊക്കെ ചിലർ പണ്ടുള്ളവർ പറയും. അപ്പോൾ വിജയനും കേൾക്കുന്നുണ്ട് ഒരു ചങ്ങല അടിക്കുന്നതാണ്, എന്ന് വെച്ചാൽ തറയിലോട്ട് അടിക്കുന്ന ഒരു സൗണ്ടാണ് ഈ വിജയൻ എന്ന് പറഞ്ഞ ആൾ കേട്ടത്. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ വിജയന് നന്നായിട്ടൊരു ഭയം ഉള്ളിനകത്ത് തുടങ്ങി. വരുന്ന ആൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് വിജയന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. വിജയൻ എന്ത് ചെയ്തു, കുറച്ച് ബാക്കിലോട്ട് കാലെടുത്ത് വെക്കുകയാണ് ചെയ്തത്.
പക്ഷേ ബാക്കിലോട്ട് വെച്ച കാലം എന്ത് ചെയ്തു, വീണ്ടും പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കി നടക്കാനും പേടി, മുന്നോട്ട് പോകാനും പേടി. അപ്പം വിജയൻ ഈ എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കങ്ങ് നിന്നുപോയി. പക്ഷേ വന്നുകൊണ്ടിരുന്ന ആൾക്ക് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയില്ല. പുള്ളി എന്ത് ചെയ്തു, വന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ പയ്യെ കാലെടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ആ ഒരു ഇത് വന്നുകൊണ്ടിരിപ്പുണ്ട്. വിജയൻ്റെ അടുത്ത് ഏകദേശം ആ ചങ്ങല വന്ന് അടിക്കും എന്നുള്ളൊരു രീതി വന്നപ്പം എന്ന് വെച്ചാൽ വിജയനെ വഴി മാറുക എന്നുള്ള രീതിയിലാണ് അതവിടെ നടന്നെന്നാണ് പറയുന്നത് വിജയൻ. എന്ന് വെച്ചാൽ പണ്ടുള്ളവർ പറയും, ഇവരിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വഴി കയറുന്ന അടിച്ചിട്ടിട്ട് പോകുന്നൊക്കെ ഉള്ളത് പണ്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്രത്തോളം അറിഞ്ഞു പറ്റില്ല. അപ്പോൾ വിജയൻ അതൊരു മുൻകൂട്ടി പറയാണ്, ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് മാറുക എന്നുള്ള രീതിയിൽ വിജയൻ അതിന് സൂചന കൊടുക്കുകയാണ്. ശബ്ദം, കാര്യങ്ങൾ, സൗണ്ട്, ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, പുള്ളിയുടെ അടുത്തതെത്തും അല്ലെങ്കിൽ ആ അടി വീഴും എന്ന് പേടിച്ച് വിജയനെടുത്ത് ആ താഴെ പാലത്തിൻ്റെ താഴെ ചാടിയാണ്. പാലത്തിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് ആറൊഴുകയാണ്. ഈ ആറ്റിൻ്റെ കരയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തൊഴുക്കുള്ള ഒരു ആറല്ല, എന്നാൽ അത്യാവശ്യത്തിന് ഇത്തിരി ആറ് നല്ല ഇതായിട്ടുള്ളതാണ്. ഈ ഒരു ആറ്റിൽ കൂടി അക്കരെ ഇക്കരെയൊക്കെ നീന്തി വളർന്ന ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ വിജയൻ. പുള്ളിക്കാരൻ ആ ഒരു ദേശത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് ആറിന് അങ്ങനെ പുത്തിരിയൊന്നുമില്ല. അങ്ങനെ ഇരുന്ന വിജയൻ എന്ത് ചെയ്തു, ആറ് കൂടി നന്നായിട്ട് നീന്തി അക്കരയിലെത്താനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും ഈ വന്ന സൗണ്ട് എവിടെ പോയെന്നോ ആ ആളെ എങ്ങോട്ട് പാസ് ചെയ്ത് പോയെന്നോ ഒന്നും വിജയൻ ആ സമയത്ത് നോക്കുന്നില്ല. പക്ഷേ പൊതുവെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ഒരു പേടിക്കുന്ന നമ്മളൊക്കെ ഒരു ശബ്ദം വരെയാണെങ്കിലും അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഉയിര് പേടിച്ചങ്ങ് പോവുകയാണ് പൊതുവേ അത്. അതുപോലെ നമ്മുടെ വിജയനും എന്ത് ചെയ്തു, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. എങ്ങനെയും ഇടത്ത് അക്കരയിലോട്ടൊന്ന് എങ്ങനെയാണ് നീന്തി കടന്നാൽ മതി. പുള്ളി അക്കരയിലോട്ട് നീന്തി കടന്നു കഴിഞ്ഞിട്ട് അവിടെ ഒറ്റ വീട്ടിൽ ലൈറ്റും വെട്ടോ ഒന്നുമില്ല. പുള്ളിക്ക് എവിടെ പോകണമെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ കണ്ട സാധനം എൻ്റെ തോന്നലാണോ എന്താണോ, പക്ഷെ പുള്ളിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, കണ്ട കാര്യം സത്യമാണെന്നുള്ള കാര്യം. പുള്ളി ഇവിടുന്ന് വെപ്രാളപ്പെട്ട് വിജയൻ പോകുന്നതെന്ന് വെച്ചാൽ വിജയൻ അറിയാവുന്ന ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. ആ പള്ളിയിലച്ഛൻ്റെ അടുത്തായിട്ടുള്ള വീട്ടിലോട്ടാണ് വിജയൻ കടന്ന് ഓടിപ്പോകുന്നത്. അപ്പോൾ വിജയൻ ഓടിപ്പോയപ്പോഴത്തേക്കും അച്ഛൻ ഇത് കണ്ടായിരുന്നു. അച്ഛൻ അവിടെ ചെന്ന് വിളിച്ചു. അച്ഛൻ ഓടി ഇറങ്ങി വന്നു. എന്ത് പറ്റിയെന്നൊക്കെ കാര്യമൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഒരു സംഗതി കണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് വിജയൻ എന്ത് ചെയ്തു, ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ കിടന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട എന്ന് വിജയൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു. ശരി അച്ഛൻ എന്ന് പറഞ്ഞാൽ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണി 11:30 എത്തുകയും ചെയ്തു. പള്ളിയിലച്ഛൻ എന്തോ ടൈമിൽ അവിടെ ആ സമയത്ത് വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്തോ ബുക്കെന്തോ വായിച്ചുകൊണ്ടിരിക്കുക ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതും കൂടി കൊണ്ടിട്ട് പുള്ളിക്ക് എന്ത് പറ്റി, ആ ഒരു അഭയം കിട്ടുമെന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെ ഒരു അഭയം കിട്ടുകയും കൂടി പുള്ളിക്കാരന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ അന്നത്തെ ദിവസം രാത്രിയോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് വെട്ടം വന്നതിന് ശേഷം മാത്രം പുള്ളി ആ പാലം ക്രോസ് ചെയ്ത് വന്നു. അപ്പോഴത്തേക്ക് അവിടെ ഇതൊക്കെ നോക്കി അങ്ങനത്തെ ഒരു സംഗതിയൊന്നുമില്ല. സാധാരണ ആൾക്കാർ പാല് വാങ്ങാൻ പോകുന്നുണ്ട്, ഓരോരുത്തർ അവരവരെ ജോലി പഴപ്പിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സെയിം കാര്യം വന്ന് വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. എങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി എന്താ നീ വരാറ്. അപ്പോൾ ഇവർ വീട്ടുകാർ വിചാരിക്കുന്നത് വെച്ചാൽ വിജയ് ജോലി സ്ഥലത്ത് നിന്ന് ഉറങ്ങുക, ആ ഒരു രീതിയിൽ അബ്സർവ്. പക്ഷേ വിജയൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പേടിച്ച് ആറ്റിങ്കര വരെ നീന്തി കടന്നു അങ്ങനെയൊക്കെ പോയെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, വിജയന് ആ ഒരു ഇരുട്ടത്ത് ആ ആറൊക്കെ നീന്തി കടന്നു ഇങ്ങനെയായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അത് തമ്പുരാൻ തന്നെ ആയിരിക്കും, ഒന്നും പറ്റിയിട്ടില്ലാവില്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഒരു ആശ്വസിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴു എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അതിന് വിജയൻ എന്ത് ചെയ്തു, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുകയൊക്കെ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് വിജയൻ്റെ ലൈഫ് ഒരു ടേണിങ് മൊമെൻറ്റ് വരെയാണ്. അന്ന് രാത്രി ചെന്ന് ആ കണ്ട പള്ളിയിലച്ഛൻ പിറ്റേ ദിവസം രാവിലെ വിജയൻ എന്ത് ചെയ്തു, ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പണിക്ക് പോകാനായിട്ട് എന്നും പോകുമ്പോൾ ഈ അച്ഛൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. ഈ അച്ഛൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്കും കറക്റ്റ് എന്തോ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു. അച്ഛൻ ഉടനെ തന്നെ വിജയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി കണ്ട കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അപ്പോൾ നീ എവിടെ പോവുകയാണെ ആശാരി പണിക്കുന്നതേയും പോലെ തന്നെ പോവുകയാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വിജയൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്നലെ അർദ്ധരാത്രി നീ ഇതൊക്കെ നീന്തി കടക്കാനായിട്ടും ഈ ഒരു വേറെ ആരെല്ലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പേടിച്ചു പോകുമല്ലോ. അപ്പം ഇത്രയും ഒരു ധൈര്യപ്പെട്ട് ഈ ഒരാളിങ്ങനെ കാണിച്ചതും കണ്ടിട്ടും ഒരു മടിയും കൂടെ അന്നത്തെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പം അതൊന്നും നോക്കാതെ ഒരു വെപ്രാളപ്പെട്ട് ഒരു ചെറിയ ഒരു സഹായം പോലും ചോദിക്കാൻ അത്ര സന്മനസ്സായ ഒരു അച്ഛനെ ചൂസ് ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അച്ഛൻ എന്ത് ചെയ്യണം, വിജയനെ അന്നൊരു ജോലി വാഗ്ദാനം ചെയ്യണം. അന്നത്തെ രീതിയിലൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറയുമ്പോൾ സ്ഥിരപ്പെടുത്തി കഴിയും, അങ്ങനത്തെ ഒരു രീതിയാണ്. ഇന്നാണ് നമുക്ക് ഗവൺമെൻറ് ജോലിൻ്റെ ഒരു വാല്യൂ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അന്നത്തെ കാലത്ത് അതിനെ പറ്റിയുള്ള വലിയ വാല്യൂ ഒന്നും അന്നത്തുള്ളവർക്ക് മനസ്സിലാവത്തില്ല. തുച്ഛമായ ശമ്പളമാണ്.
അങ്ങനെ ഇത് നമുക്ക് വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമുക്ക് എന്ന് വെച്ചാൽ ഓട്ടിസം ബാധിക്കുക അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളിലെ സാറായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയനെ ആ പള്ളിയിലച്ഛൻ തിരഞ്ഞെടുക്കുകയാണ്. അതുവരെ പുള്ളിയുടെ ലൈഫിൽ വീട്ടുകാരുടെ ഇടയിൽ ഒരു ജോലി അങ്ങനെ വെച്ചാൽ ജോലിക്ക് വരുന്ന ഒരു വിലയില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പേടിച്ച് തുറി എന്നുള്ള രീതിയിൽ ബാക്കിലോട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇതൊന്നുമില്ലാതെ ഇരിക്കുന്ന, നമ്മൾ പറയത്തില്ലേ, ഒരു സാധാരണ ഒരു മനുഷ്യൻ. ബാക്കിയുള്ള മക്കളെക്കാട്ടി ഏറ്റവും കഴിവുള്ള മനുഷ്യനാണ്, പഠിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. എന്നാൽ എന്തുകൊണ്ടോ ആ മനുഷ്യൻ വളരെ താഴ്ന്ന രീതിയിലോട്ടാണ് എല്ലാവരുടെ കണ്ണിലും പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വീട്ടിലെ ജയൻ്റെ തൊട്ട് മുകളിലുള്ള സഹോദരൻ അന്ന് വന്നിട്ട് ഒരു എഞ്ചിനീയർ ലെവലിലോട്ട്, ഇന്നത്തെ രീതിയിലുള്ള കെട്ടിടപ്പണിയുടെ ഒരു കോൺട്രാക്ട് എന്നൊക്കെ പോലെ ആ രീതിയിലോട്ടും പോയി. ഇളയ സഹോദരനും അതേപോലെ നല്ല രീതിയിലുണ്ട്. പക്ഷെ നടക്ക് നിൽക്കുന്ന വിജയന് മാത്രമാണ് ഒരു ഒന്നിലും എത്താതെ നിന്നത്. പക്ഷേ ആ വിജയൻ്റെ ആ ഒരു രാത്രി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റോട് കൂടി ലൈഫ് മൊത്തത്തിൽ മാറിത്തിരിയുകയാണ് ചെയ്യുന്നത്. ആ പുള്ളിക്കാരനൊരു ഭയങ്കര രീതിയിലോട്ട് പോയി എല്ലാവരുടെ മുമ്പിൽ അറിയപ്പെടുന്ന ഒരു സാർ എന്ന രീതിയിൽ, അധ്യാപകൻ എന്ന ഒരു പട്ടം കിട്ടി പുള്ളിക്കാരൻ്റെ ലൈഫ് അങ്ങോട്ട് മാറാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് വിജയൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു എന്താ പറയാൻ്റെ ഒരു തൂവൽക്കൊടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വിജയൻ എന്ത് ചെയ്തു, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്കൂളിലെ അധ്യാപകനായി മാറി ജീവിതത്തിൻ്റെ ഒരു വലിയ ടേണിംഗ് മൊമെൻറ്റിലോട്ട് തന്നെ പുള്ളിക്കാരൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുവരെയാണ് നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി വിജയൻ്റെ ജീവിതം എങ്ങോട്ട് പോയി, വിജയൻ പിന്നീട് ലൈഫിൽ എങ്ങനെയായി തീർന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതുവരെ നമുക്കെല്ലാം മനസ്സിലായല്ലോ. ഇനി വിജയൻ്റെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്ന വിജയൻ്റെ ലൈഫിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ വൈഫ്, മക്കൾ, കാര്യങ്ങൾ, ഇങ്ങനെ ഇന്ന് വിജയൻ ഈ ജോലി എങ്ങനെ നഷ്ടമാവുന്നു, പിന്നെ വിജയൻ്റെ ലൈഫ് എങ്ങനെ വളരെ മോശമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, വിജയൻ അതുപോലെ തന്നെ അടുത്ത് വേറൊരാളായി തീരാൻ പോവുകയാണ്. വേറെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയൻ ഒരു പൂജാരി എന്ന രീതിയിലോട്ട് മാറാൻ പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കറിയണ്ടേ? ഇതെല്ലാം നമ്മൾ ഇനിയുള്ള കഥകളിലൂടെ നമ്മളറിയാം. ഇതുവരെയുള്ള എല്ലാ കഥകളും ഞാൻ പറഞ്ഞല്ലോ കേട്ടറിഞ്ഞ കഥകൾ മാത്രമാണ്. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന ക്ഷേത്രം എവിടെയാണ്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ എവിടെയാണ് ജോലി കിട്ടിക്കാണുക എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതെനിക്ക് പറയുന്ന ആൾ പറഞ്ഞത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ജഗതി എന്ന് പറയും, മേലാറന്നൂർ എന്ന് പറയും, അവിടെ വരുന്നൊരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു സംഗതി നടന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാറച്ചിറ എന്ന് പറയും, പാറച്ചിറ തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഈ ഒരു കാര്യം ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തിലേക്ക് നടന്നത്. അവിടുത്തെ പാലം നിങ്ങൾ ചെന്നാൽ കാണാൻ പറ്റും. ഇന്ന് ആ പാലമുണ്ട്, ഇരുമ്പ് പാലമൊന്നുമല്ല, അവിടെ ഇപ്പം സിമൻറ്റ് പാലമായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു എയ്ഡഡ് സ്കൂളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പള്ളിയിലച്ഛൻ എന്തുമാണ് വിജയൻ അന്ന് ജോലി മേടിച്ച് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നടന്ന ഒരാളുടെ ജീവിതാനുഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കഥയിൽ വിജയൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് വീണ്ടും പൊക്കോണ്ടിരുന്നത് ഡൗൺ ആയി പോയെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് അടുത്ത സ്റ്റോറിയിലൊക്കെ പറയാം. ഓക്കെ, ബൈ.